കടമെടുക്കാൻ പോകുന്നതിൻ്റെ വാർത്തയിലേക്കാണ്. ഈ സാമ്പത്തിക വർഷത്തെ കേരളത്തിൻ്റെ ആദ്യ കടമെടുപ്പ് ഇന്നാണ്. 2000 കോടിക്ക് വേണ്ടിയുള്ള കടപ്പത്ര ലേലം രാവിലെ 10:30 ആരംഭിക്കും. റിസർവ് ബാങ്കിൻ്റെ മുംബൈ ഫോർട്ട് ഓഫീസിൽ ഈ കുബേർ പ്ലാറ്റ്ഫോം വഴിയാണ് ലേലം. ശമ്പളവും പെൻഷനും നൽകാൻ വേണ്ടിയാണ് സർക്കാർ 2000 കോടി കടമെടുക്കുന്നത്. വിനീഷ് ചേരുന്ന വിവരങ്ങളുമായി. വിനീഷ്, തിരഞ്ഞെടുപ്പൊക്കെ വരികയാണ്. അപ്പോൾ ക്ഷേമ പെൻഷനും മറ്റുമൊന്നും ബാക്കി വയ്ക്കാൻ കഴിയുകയുമില്ല. മുഖം രക്ഷിക്കേണ്ടതുണ്ട്. കടമെടുക്കാതെ നിവർത്തിയില്ല. എന്താണ് വിവരങ്ങൾ? തീർച്ചയായിട്ടും വീണ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ക്ഷേമ പെൻഷനുകളിൽ വലിയ വിമർശനമാണ് സംസ്ഥാന സർക്കാരിന് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ആ വിമർശനം എങ്ങനെയെങ്കിലും ഒന്ന് ഒതുക്കി തീർക്കുക എന്ന ശ്രമത്തിന്റെ അടിസ്ഥാനത്തിൽ ഒപ്പം തന്നെ സാമ്പത്തിക ദൂർത്ത്, ഒരു സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാനത്ത് നിലനിൽക്കുമ്പോഴും അത്തരത്തിലുള്ള സാമ്പത്തിക ദൂർത്ത് അത് തുടരുന്ന ഒരു ഘട്ടവും കൂടി പിണറായി സർക്കാരിന്റെ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ സാമ്പത്തിക വർഷം തന്നെ 2023-24 സാമ്പത്തിക വർഷം തന്നെ 48,836 കോടിയിലധികം രൂപയാണ് സംസ്ഥാനം കടമെടുത്തത്. അത് 2025-26 സാമ്പത്തിക വർഷത്തിലേക്ക് എത്തുമ്പോൾ ഇനി സംസ്ഥാനത്തിന് ഈ സാമ്പത്തിക വർഷം കടമെടുക്കാൻ കഴിയുന്നതിന്റെ പരിധി 45,000 കോടി രൂപയാണ്. ഈ 45,000 കോടി രൂപയിൽ നിലവിൽ ഇപ്പോൾ തന്നെ 29,000 കോടി കിഫ്ബിയുടെ വകയിൽ ഇപ്പോൾ തന്നെ വായ്പ എടുത്തു കഴിഞ്ഞിരിക്കുന്നു, കടമെടുപ്പായി എടുത്തു കഴിഞ്ഞിരിക്കുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് വീണ്ടും ഇന്ന് കടമെടുപ്പിലേക്ക് സംസ്ഥാന സർക്കാർ കടക്കുന്നത്. ഏകദേശം 2,000 കോടി രൂപയാണ് വീണ്ടും കടമെടുക്കാൻ സംസ്ഥാന സർക്കാർ ഒരുങ്ങുന്നത്. കൃത്യമായി പറഞ്ഞാൽ ഈ കുബേർ വഴിയാണ് സർക്കാർ ഈ കടപ്പത്രത്തിന്റെ അടിസ്ഥാനത്തിലുള്ള കടമെടുപ്പ് നടത്തുന്നത്. നിലവിലെ സാഹചര്യത്തിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാനം നേരിട്ടിരിക്കുന്നു. എന്തായിരുന്നാലും എടുത്തു പറയേണ്ട ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് നിരന്തരം ഇത്തരത്തിലുള്ള കടമെടുപ്പ് സംസ്ഥാന സർക്കാർ തുടരുന്ന ഘട്ടത്തിൽ പല തവണ കേന്ദ്ര ധനകാര്യ മന്ത്രാലയം സംസ്ഥാന സർക്കാരിന് നിർദ്ദേശങ്ങൾ നൽകുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരുന്നു. പ്രത്യേകിച്ച് വലിയ തോതിൽ കടമെടുത്തു കഴിഞ്ഞാൽ അത് സംസ്ഥാനത്തിന്റെ ഒരു നിലനിൽപ്പിനെ തന്നെ ബാധിക്കും. അതുകൊണ്ട് തന്നെ കടമെടുപ്പിന്റെ പരിധി ഉയർത്താൻ സാധിക്കില്ല എന്ന് ചൂണ്ടിക്കാണിച്ചു സംസ്ഥാന സർക്കാരിന് പല ഘട്ടങ്ങളിലായി മുൻകാലങ്ങളിൽ കേന്ദ്ര ധനകാര്യ മന്ത്രാലയം നിർദ്ദേശം നൽകുന്ന ഘട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ നിർദ്ദേശങ്ങളെല്ലാം തന്നെ മുഖവിലക്കെടുക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു സമീപനമാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. എന്തായാലും ഈ 2025-26 കാലഘട്ടത്തിൽ ഈ ഒരു സാമ്പത്തിക വർഷത്തിൽ സംസ്ഥാനത്തിന് കടമെടുക്കാൻ കഴിയുന്നത് 45,000 കോടി രൂപയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൽ 29,000 കോടി രൂപ നിലവിൽ കിഫ്ബിയുടെ ഇനത്തിൽ സംസ്ഥാന സർക്കാർ കടമെടുത്തു കഴിഞ്ഞു, വായ്പയായി എടുത്തു കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഇന്ന് 2,000 കോടി രൂപയാണ് കടമെടുപ്പ് പത്രത്തിൽ അത്തരത്തിൽ ആ ഒരു സംവിധാനത്തിലേക്ക് കടമെടുക്കാനായി സംസ്ഥാന സർക്കാർ നീങ്ങുന്നത്. ഈ കുബേർ വഴി ഇന്ന് കടമെടുക്കാനുള്ള ഘട്ടത്തിലേക്ക് സംസ്ഥാന സർക്കാർ കടക്കുമ്പോൾ ഇനിയുള്ള കാലഘട്ടം, ഇനി ഈ സാമ്പത്തിക വർഷം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ സാമ്പത്തിക വർഷം തുടങ്ങുന്ന ഘട്ടത്തിൽ തന്നെ ഏകദേശം നമ്മൾ കണക്ക് നോക്കുമ്പോൾ 31,000 കോടി രൂപ സംസ്ഥാന സർക്കാർ കടമെടുത്തു കഴിഞ്ഞു. ബാക്കി സംസ്ഥാനത്തിന് അനുവദിച്ച തുകയിൽ ബാക്കി നിൽക്കുന്നത് 14,000 കോടി രൂപയാണ്. ബാക്കി 45,000 നോക്കുമ്പോൾ 14,000 കോടി രൂപയാണ് ബാക്കി നിൽക്കുന്നത്. പല ഘട്ടങ്ങളിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തൊക്കെ സംഭവിച്ചത് അവസാന ഘട്ടത്തിൽ സംസ്ഥാനം കേന്ദ്രത്തിന് പ്രത്യേക അപേക്ഷ നൽകുന്നു. ആ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ തവണ ഒരു ദുരന്തം സംഭവിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും കടമെടുപ്പ് പരിധി കേന്ദ്രം ഉയർത്തി കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഇനിയും വരും വർഷങ്ങളിൽ ഇത്തരത്തിൽ ഉയർത്തി കൊടുക്കാൻ കേന്ദ്രത്തിന് സാധിക്കില്ല. അത് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ തന്നെ വലിയ രീതിയിൽ ബാധിക്കും. നിലവിലെ സാഹചര്യത്തിൽ യാതൊരു പരിഹാരവും കാണാതെ ധനപ്രതിസന്ധിക്ക് ഏതൊരു കൃത്യമായ ഒരു മാനദണ്ഡങ്ങൾ, ആ ധനപ്രതിസന്ധി പരിഹരിക്കാൻ ഒരു കൃത്യമായ മാനദണ്ഡങ്ങൾ രൂപീകരിക്കാതെ സംസ്ഥാനം മുന്നോട്ട് പോകുന്നു എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഇന്ന് 2,000 കോടി രൂപ കൂടി കടമെടുക്കുമ്പോൾ സംസ്ഥാനത്തിന്റെ ഈ സാമ്പത്തിക വർഷത്തിലെ കടമെടുപ്പ് അല്ലെങ്കിൽ 2025-26 കാലഘട്ടത്തിലെ സാമ്പത്തിക വർഷത്തിലെ കടമെടുപ്പ് അത് 31,000 കോടി രൂപയായി മാറും എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ സാമ്പത്തിക വർഷം ആരംഭിച്ചിട്ടേ ഉള്ളൂ. ഇനിയുള്ള ധനപ്രതിസന്ധികൾ എങ്ങനെ സംസ്ഥാനം പരിഹരിക്കും എന്നത് നോക്കി തന്നെ കാണേണ്ടിയിരിക്കുന്നു. ശരി വിനീഷ്.